ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിവ്യൂ ആണ്. തുടരും സിനിമ ഇന്നലെ റിലീസായി. ഞങ്ങളൊന്ന് വൈകി കാണാൻ. അടിപൊളി സിനിമ കേട്ടോ, ഒരു രക്ഷയില്ല, വേറെ ലെവല്. ലാലേട്ടൻ തകർത്തു. സങ്കടപ്പെടുത്തല്ലേ, ഇന്ന് ശരിക്കും ഇന്ന് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ഇന്നലെ ശരി, ഇന്നലെ 31 അല്ലേ, 30-നായിരുന്നു. ഇന്നലെ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ഇന്നലെ റിലീസാവേണ്ട സിനിമയായിരുന്നു, ആഘോഷിക്കേണ്ട ഒരു ദിവസമായിരുന്നു. മാത്രമല്ല, ഒരു ഗംഭീര സിനിമ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. എന്നിട്ട് ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്ത് ഇങ്ങനെ തകർത്ത് ആ ഒരു ആനന്ദത്തിൽ, ആ ഒരു നിർവൃതിയിൽ ഇങ്ങനെ കടന്നുറങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഒന്ന് ലേറ്റ് ആവും. നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടിട്ടില്ല, കുറച്ചൊന്ന് ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. എന്തായാലും എന്നാണെന്നുള്ളതൊന്നും ഒരു പിടുത്തമല്ല കേട്ടോ. തുടരും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എമ്പുരാന് ശേഷം അത് ഏകദേശം ഉറപ്പായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ തുടരും എന്നിങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങൾക്കും അത് തുടരും. ഇനി ലാലേട്ടന്റെ വിജയം തുടരും, അങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. പക്ഷെ കാത്തിരിപ്പ് ഇങ്ങനെ തുടരും എന്ന് പറയേണ്ട അവസ്ഥ വരുമെന്ന് കരുതിയില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ തരുൺ മൂർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുടരും സിനിമ എപ്പോൾ സംഭവിക്കും, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും തോന്നുന്നില്ല. ഉണ്ടാവുമായിരിക്കും. ഞാൻ കേട്ടിട്ടില്ല, വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല. സംഭവം എന്തൊക്കെയാ പറയുന്നുണ്ടെന്നുള്ള രീതിയിൽ ക്യാപ്ഷനോടെ ഒരു വീഡിയോ കണ്ടു. ക്യാപ്ഷൻ ആയതുകൊണ്ടാണ് പേടിക്കേണ്ടത്. അത് വീഡിയോയിൽ ഉണ്ടാണെന്ന് ഉറപ്പില്ല. പറയുന്നതൊന്നും സാധാരണ ഉണ്ടാവാറില്ല. എന്താ നീ ഒന്ന് കുത്തി പറയുന്നു? നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോകും, തമ്പനയിൽ വരുമ്പോ ഞാൻ തന്നെ ഇതോ എങ്ങനെ ഇത് നമ്മളങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പക്ഷെ തെറ്റായ കാര്യങ്ങൾ പറയാറില്ല. എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരു ആ വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടാവും, അതേ എന്തായാലും തമ്പനയിൽ വരുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതിനായിട്ട് മനഃപൂർവ്വം ആലോചിച്ച് പറയുന്നതുണ്ട്. അതെ. ഓക്കെ, എന്തായാലും ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് നമ്മളൊരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ മാഷപ്പ് ട്രിബ്യൂട്ട് വീഡിയോ ലാലേട്ടൻ്റെ. അതായത് സ്ഫോടനം എന്ന് പറഞ്ഞ സംഭവം. അതിൽ നമ്മൾ എപ്പോഴോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താ, രാജാവിന് വേണ്ടി രാജാവ് ഇറങ്ങി വന്നു. ആ ക്യാപ്ഷനാണ് നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുള്ളത്. അതെ. അതുകൊണ്ട് മനസ്സിലാവുമാർക്കെങ്കിലും അത് 19 മിനിറ്റ് വീഡിയോ ഉണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ല, കാണണല്ലോ, എന്നാലേ അത് അറിയുള്ളൂ. അതെ. ഓക്കെ, എന്തായാലും തുടരും സിനിമയെ കുറിച്ച് നമ്മുടെ തരുൺ മൂർത്തി സംവിധായകൻ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് ടീച്ചർ കണ്ടിട്ട്? അടിപൊളി. ഇതുവരെ കാണാത്ത ലാലേട്ടനൊക്കെ പ്രസന്റ് ചെയ്യാൻ രാജേട്ടന് സാധിക്കുന്നു. ലൂസിഫറിൽ കണ്ടതല്ലേ ഇത്, ഇതുവരെ കാണാം. അതെ. ഈ റിലീസ് ഡേറ്റ് മാറ്റിയതിന് ശേഷം റൂമേഴ്സ് വരുന്നത് എമ്പുരാനായിരിക്കും ഫസ്റ്റ് 2025 ലാലേട്ടന്റെ പടം. പിന്നെ തുടരില് ഇതുവരെ വിന്റേജ് ലാലേട്ടനെ കാണിക്കുന്ന രീതിയിലാണ് ലാലേട്ടനെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ ടാക്സി ഡ്രൈവർ, അതാണോ റോള് വരുന്നത്? ഫാമിലി മാൻ, പഴയ കാലത്തെ ഒരു വിന്റേജ് കോമഡി ടച്ചിൽ ഒരു ലാലേട്ടനെ കാണാൻ സാധിക്കും. പിന്നെ തരുൺമൂർത്തി ടച്ച് അല്ലാണ്ട് പിന്നെ അല്ല, പിന്നെ എന്ത് ചോദ്യം, നല്ല ചോദ്യം ചോദിച്ചു. തരുൺമൂർത്തി ടച്ചില് ലാലേട്ടനെ കാണാൻ പറ്റും. പിന്നെ തരുൺമൂർത്തി ഡയറക്ട് ചെയ്യുന്നോടത്ത് തരുൺമൂർത്തി ടച്ച് അല്ലാണ്ട് പിന്നെ വേറെ മറ്റേ SS രാജമൗലിന്റെ ടച്ച് വരും. എന്ത് ചോദ്യമാണ് അതില്ലേ, അതിനേക്കാൾ അപ്പുറത്ത്. അതായത് ഇതുവരെ കാണാത്ത ഒരു ലാലേട്ടനെ എമ്പുരാനിൽ കാണാൻ പറ്റുമെന്ന്.
അപ്പൊ നമ്മള് ലൂസിഫറിൽ കണ്ടെന്താ ആ ക്യാരക്ടറിനല്ലേ നമ്മൾ ഇതിന് കാണാൻ ആഗ്രഹിക്കുന്നു. ആ ക്യാരക്ടറിന് വേറൊരു സ്വഭാവം കാണിക്കോ, കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ട് എക്സ്റ്റൻഡഡ് വേർഷൻ. മറ്റേ രാജാക്കന്മാരൊക്കെ വരുന്ന കിരീടമൊക്കെ വാളും വൃഷഭയിലെ കോസ്റ്റ്യൂം ഇട്ട് വരണല്ലേ. അല്ലാതെ എന്ത് ചോദ്യം ചോദിക്കണം. നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും പിന്നെ വിന്റേജ് നിർത്താനായില്ല ആ ചോദ്യം. വിന്റേജ് ലാലേട്ടൻ ആർക്കാണ് വിന്റേജ്? ഞാൻ ഒരു കാര്യം, ഇമാരി ചോദ്യം ചോദിച്ചാണ് കുറെ വിന്റേജ് ലാലേട്ടന്റെ കഴിഞ്ഞ വർഷം കിടപ്പുണ്ട്, കുറെ എണ്ണം എടുത്തോണ്ട് പോ, എല്ലാം വിന്റേജ് ആണ്. ഇത് ആവശ്യമുള്ളവർ എടുത്തു പോ. എന്തിനാണ് പിന്നെ വന്നിട്ട്? അയാൾ നല്ലൊരു സിനിമ ചെയ്യട്ടെ, അല്ലാണ്ട് ചുമ്മാ വിന്റേജ് എന്ന് പറഞ്ഞിട്ട്. വിന്റേജിലുണ്ടല്ലോ ഇഷ്ടം പോലെ ഇല്ലേ, കാണ്. പുതിയ പരിപാടി, പുതിയ കഥകൾ, പുതിയ രീതിയിലുള്ള അവതരണം. ലാലേട്ടനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കട്ടെ. അതൊന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുക നമ്മളിവിടെ. അപ്പോഴാണ് പോയിട്ട് പിന്നെ വിന്റേജ് ഒന്ന് വിന്റേജ് ഉണ്ട്, ഈ ഡിസംബർ 25 ഇറങ്ങിയായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ആ വിന്റേജിന്റെ പൂതി മാറി കിട്ടും. അല്ലാതെ ഒരു വിന്റേജ് എന്തൊരു കഷ്ടമാന്ന് പറയാം. ഓക്കെ, ആള് വേറൊരു ചാനലിന് എന്തോ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ. ചെറിയ പ്രശ്നമുണ്ട്, സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. സൗണ്ട് ഒന്ന് കൂട്ടിട്ടോ. ഓ ഓക്കെ. ഈ സിനിമ വന്ന് ഭയങ്കര ഒരു വലിയ വിജയം, അല്ലെങ്കിൽ മോളിവുഡിന്റെ ഒരു സീൻ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഒരു ചർച്ച തുടരുന്നതാണ്. അതും അപ്പോൾ സീൻ മാറ്റുമോ? ചെറിയ സിനിമ, എല്ലാവരും അതാണ് പറയുന്നത്, ചെറിയ സിനിമ. എല്ലാവരും ഇത് നല്ല ചോദ്യം കേട്ടോ, നല്ല രീതിയിലുള്ള ആങ്കർ. റിലീസിംഗ് ഡേറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ? തുടരാൻ നല്ലൊരു വിജയമാണ്. തുടരും അതിന്റെ പോസ്റ്ററിൽ ഡീകോഡിംഗ് വീഡിയോ കണ്ടായിരുന്നു. തുടരുന്നില്ല, ദൃശ്യം പോലെ ദൃശ്യം പോലെ. ആള് വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം കേട്ടോ. അതായത് ഒരു ഫാമിലി ചിത്രമാണ്, ഒരു ഫാമിലി മാൻ്റെ ക്യാരക്ടറാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആരായിട്ടും ചെയ്യുന്നത്. അല്ലാതെ ഒന്നുമില്ല, ഒരു ത്രില്ലർ സംഭവം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ത്രില്ലർ സംഭവം ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാലോ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത്. എന്തായാലും ആള് ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് എമ്പുരാൻ എല്ലാവരും, അതിനകത്ത് ഒരാള് മാത്രമേ ഞാൻ ചെയ്ത പോലെ ചെയ്തിട്ടുള്ളൂ. ഒരാള് ആരാണത്? മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂക്ക. അത് നമുക്കറിയാലോ. എനിക്കും അപ്പോഴേ തോന്നിയായിരുന്നു. അത് ഇട്ട് വന്നതാണോ ഇടാൻ പറഞ്ഞതാണോ അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇടാൻ പറഞ്ഞതായിരിക്കും. ഡോൺലി നമുക്ക് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമുക്ക് വാങ്ങാനുള്ളതൊക്കെ ഡോൺലിയിലാണ്, അത് കിട്ടാനുള്ളതൊക്കെ അവിടുന്ന് വാങ്ങാം. എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരാം. അതിന്റെ രസം എന്താ അറിയോ, തുടരും സിനിമയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പോയത്. അതിലും ഡോൺലിയെ കൊണ്ടുവന്ന് എല്ലാം വന്നു, ഏതൊക്കെ വന്നു, എമ്പുരാൻ വന്നു, ഡോൺലി വന്നു. അത് രണ്ടും ഒന്നിൽ തന്നെയാണല്ലോ. മമ്മൂട്ടി വന്നു. അതങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും പോട്ടെ. ഓക്കേ, ബൈ.